ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു കല്യാണത്തിന് പോവാം. ഇതാണ് ഞങ്ങളുടെ ഐഷുമ്മ. അപ്പോൾ ആമി ചേച്ചിയുണ്ട്, അച്ഛനുണ്ട്, മിന്നുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴേക്കും ഇത് അഞ്ചേച്ചിയും മക്കളും വിനീതേട്ടനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇത് ഓഡിറ്റോറിയത്തിലോട്ട് പോവാണ്. കോട്ടയ്ക്കിൽ PM ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായത്. ഇത് കല്യാണ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ചെറുപ്പത്തിൽ ഫോട്ടോ വെച്ചിട്ട് ചെയ്തതാണ്. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഓഡിറ്റോറിയത്തിൽ കയറിയിരുന്നു. ഇതെല്ലാവരും കണ്ടിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരത്തിലാണ്. ഇതാ കല്യാണം അവിടെ മണ്ഡപത്തിൽ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് അമ്പാടി, അതായത് എൻ്റെ ഒരു ഏട്ടൻ്റെ മോൻ. അഞ്ചേച്ചിൻ്റെ അടുത്ത് കയറിക്കൂടിയതിന് ശേഷം പിന്നെ ആരടുത്തേക്കും പോയിട്ടില്ല. അവൻ്റെ വലിയമ്മയായിട്ട് വരും കേട്ടോ. അപ്പോൾ അവനവിടെ അടങ്ങിയൊതുങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ചെക്കൻ്റെ എൻട്രി ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഡാൻസൊക്കെ കളിച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാ കല്യാണത്തിനും അങ്ങനെയൊക്കെയാണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്തത് പെൺകുട്ടി വന്നു. ഞങ്ങൾക്ക് ചെക്കൻ്റെ സൈഡിലുള്ള കല്യാണമായിരുന്നു കേട്ടോ. അങ്ങനെ താലി കെട്ടലൊക്കെ കഴിഞ്ഞു. താലിയൊക്കെ കെട്ടിയതിന് ശേഷമാണ് എൻ്റെ അടുത്ത ചേച്ചി വന്നത്. ഉണ്ണിമോൾ ചേച്ചി മക്കളും ഉണ്ണിയേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് ലേറ്റായി എത്താൻ. പക്ഷേ അവർ വന്നതിൻ്റെ ശേഷം പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് എല്ലാവരും പിന്നെ വന്നവരൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എല്ലാവരുടെ മക്കളും ചേച്ചിമാരും ഏട്ടന്മാരും കുട്ടികളും ഒക്കെ ഇതൊക്കെ ചേച്ചിമാരുടെ മക്കളാണ്. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിലുള്ള കുറച്ച് ഗ്രൂപ്പ് മാറിപ്പോയി. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഇരുന്നു. പിന്നെ ആമി ചേച്ചി, എൻ്റെ അച്ഛൻ, ഏട്ടനും മിന്നും പിന്നെ ഉണ്ണിയേട്ടൻ ഇവരൊക്കെ വേറെ സൈഡായിപ്പോയി. അവിടെ ഇരുന്നു. അങ്ങനെ സദ്യയൊക്കെ വന്നു. കുറേ കാലമായി കല്യാണത്തിന് പോയിട്ട് സദ്യ കഴിച്ചിട്ട്. വീട്ടിലൊക്കെ കഴിക്കാറുണ്ടായിരുന്നു, പക്ഷേ കല്യാണത്തിന് പോയി സദ്യ കഴിച്ചിട്ട് അടിപൊളി സദ്യയായിരുന്നു. ആ അടിപൊളി സദ്യേൻ്റെ എഫക്റ്റാണ് ഈ കാണുന്നത്. എല്ലാവരും ചൂടും സദ്യ കഴിച്ച് എല്ലാവരും ക്ഷീണിച്ച് പിന്നെ അവിടെ പോയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സംസാരിച്ചിട്ട് തീരുന്നില്ല. ഇനി എപ്പോഴൊന്നും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാറില്ലല്ലോ. കൂടാവുന്ന സമയമാണെങ്കിൽ ഞങ്ങൾ അടിപൊളിയാക്കാറുണ്ട്. ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരിതാ പോവായി. ഞങ്ങൾ രാവിലെ വന്നത് വെറുപ്പായിരുന്നു. ഇവർക്ക് എന്തൊക്കെ വേറെ പരിപാടി ഉണ്ടാകുന്നുണ്ട്. ആമി ചേച്ചി, ഏട്ടനും വലിയച്ഛനും വലിയമ്മയൊക്കെ പോകാൻ നിൽക്കാം. ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവാം. ഇതിൻ്റെ എഴുത്തിയമ്മ ഏട്ടാ ആമി, ഇനി ഒരു എഴുത്തിയമ്മയും കൂടി ഉണ്ട്. നമുക്ക് വയ്യേ കാണാം. അടുത്തത് ശ്യാമ. അപ്പോൾ ശ്യാമ ചേച്ചിയും ആമി ചേച്ചി എന്നാണ് പറയാറ്. ഇതെൻ്റെ ഒരു ഏട്ടൻ്റെ വരിയണത്. അവരുടെ കുട്ടിയാണ് അമ്പാടി. നല്ല രസമാണ്. എല്ലാവരും കൂടി കൂടുമ്പോൾ അടിപൊളിയായിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങളും പോകാൻ വേണ്ടി ഇറങ്ങുക. പോകുന്നത് പിന്നെ ചേച്ചീൻ്റെ ഉണ്ണിയേട്ടൻ്റെ ഒപ്പമാണ്. അവർ വീട്ടിലേക്ക് ഉണ്ട് പറഞ്ഞിട്ട് പിന്നെ അവരെ കൂടെ പോവാണ്. അപ്പോൾ അതെല്ലാവരും യാത്രയൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണല്ലോ. ഇപ്പോഴത്തെ ഒരു ദിവസം ഞാൻ റീലിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുകയും ചെയ്തു, ശരിയാണ്, നമ്മൾ പോവാന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയാൽ 1 മണിക്കൂർ എടുക്കും ആ യാത്ര പറച്ചിൽ കഴിഞ്ഞു പോകാൻ. അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്പാടിക്ക് ഞങ്ങളുടെ ഒപ്പം പോരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയാണ്. ആര് വിളിച്ചിട്ട് അവൻ പോകണില്ല. അവൻ്റെ അച്ഛമ്മ വന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അച്ഛോളാണ്. അച്ഛോള് പാടും വിളിക്കുന്നുണ്ട്, പക്ഷെ അവൻ പോണേ ഇല്ല. എൻ്റെ അമ്മ വിളിക്കുന്നുണ്ട്, അച്ഛൻ വിളിക്കുന്നുണ്ട്, ആരില്ല. ഓരോരുത്തർ ചെസ്റ്റ് നമ്പർ പ്രകാരം വന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നുണ്ട് ഞാൻ ഇല്ല, അമ്മ പൊയ്ക്കോ, അച്ഛൻ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കും. പോവാം, അങ്ങോട്ട് പോവാന്നൊക്കെ. പക്ഷെ അവൻ വരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കൂടെ കാറിൽ കയറിയിരുന്നു. അവൻ്റെ അമ്മ ശ്യാമേച്ചി പല അടവുകളും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഞാൻ ഇല്ല, അമ്മ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ ഞങ്ങളുടെ കൂടെ പോരുകയാണ്. കുറേ എല്ലാവരും വന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കും, ടാറ്റയൊക്കെ പറഞ്ഞിരിക്കുക. അവൻ ഈ കുട്ടികളെ കണ്ടപ്പോൾ അവരെ കൂടെ പോകണം. അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു. വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ ഒപ്പം തന്നെ പോരാൻ. കിച്ചുവിനെയും കണ്ണനെയൊക്കെ കണ്ടിട്ട് അവരെ കൂടെ പോകണം. അങ്ങനെ അവസാനം പിന്നെ അവനെ എടുത്ത് വലിച്ചു കൊണ്ടുപോവുക ചെയ്തു. ഒരുപാട് കരയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാവം തോന്നി. കൊടുന്നിട്ട് കാര്യമില്ലല്ലോ, കുറച്ച് കഴിഞ്ഞ് എന്തായാലും അമ്മേനെ അന്വേഷിച്ച് ഇതേപോലെ കരയുണ്ടാവും. അപ്പോൾ അവർ പിന്നെ എടുത്ത് വലിച്ചു കൊണ്ടുപോയി. ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്തായാലും പാവം. എല്ലാവരും ഓരോരുത്തരായി എന്തൊക്കെയോ പറഞ്ഞ് വന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഞാൻ ഇല്ല, അമ്മ പൊക്കോ എന്ന് പറഞ്ഞിരിക്കുക.
അങ്ങനെ പിന്നെ അവനെടുത്തു കൊണ്ടുപോയി, ഞങ്ങൾ പോരുകയും ചെയ്തു. ഭയങ്കര ചൂടായിരുന്നല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ണിയേട്ടൻ ഓരോ സിപ്പപ്പ് വാങ്ങി തന്നു. ഈ ചൂടത്ത് ആ തണുപ്പ് അങ്ങോട്ട് കഴിച്ചപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം. അങ്ങനെ പിന്നെ